എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. SSLC ഫലപ്രഖ്യാപനം വൈകും. നിലവിൽ പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ പൂർത്തിയായെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപനവും സർക്കാർ രൂപീകരണവും അനിശ്ചിതത്വത്തിൽ ആയതാണ് ഫലപ്രഖ്യാപനം വൈകാൻ കാരണം. പരീക്ഷാഫലം വൈകുന്ന സാഹചര്യം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഈ മാസം 15-ന് ഫലപ്രഖ്യാപനം നടത്തുമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. അതിനനുസൃതമായി എല്ലാ നടപടിക്രമങ്ങളും 2 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നതാണ് പതിവ്. മന്ത്രിസ്ഥാനങ്ങൾക്കുള്ള തീരുമാനം വന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ചുമതല ഏറ്റെടുക്കേണ്ടതുണ്ട്. പരീക്ഷാഫലം വൈകുന്ന സാഹചര്യം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. മെയ് ആദ്യവാരമാണ് എല്ലാ വർഷവും SSLC ഫലം പ്രഖ്യാപിക്കുന്നത്. ഇത്തവണ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും വിഷുവും ഈസ്റ്ററും കാരണം മൂല്യനിർണയം പൂർത്തിയാകാൻ ചെറിയ കാലതാമസം എടുത്തു. മൂല്യനിർണയം ഈ മാസം 2-ന് പൂർത്തിയാക്കി 3-ാം വാരം ഫലം പ്രഖ്യാപിക്കുമെന്ന് മുൻ മന്ത്രി പ്രഖ്യാപിച്ചതുപോലെ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഫലപ്രഖ്യാപനം മന്ത്രി തന്നെ നടത്തുന്ന കീഴ്വഴക്കമാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നത്. +1 പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന CBSE, ICSE വിദ്യാർത്ഥികളും ഫലപ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്. പുതുമയുള്ള ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു അധ്യയന വർഷം കൂടി വന്നെത്തി. എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. 30 മുതൽ 50% വരെ ഓഫറുമായി പ്രത്യേകം കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.